തൃശൂർ കൊടകരയിലെ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിലെ വൃന്ദാവനം പാർക്ക് ഉദ്ഘാടനം ചെയ്ത ശേഷം കുട്ടികളെ പ്രവേശിപ്പിച്ചു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി തൃശൂർ എം മനോജ് ചേരുന്നു. അന്താരാഷ്ട്ര തുറന്ന് മനോജ് കേൾക്കാമെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കായി തുറന്ന് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായിട്ടുള്ള ശ്രീപദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് എങ്ങനെയാ സന്തോഷം? ഒരുപാട് സന്തോഷമാണല്ലോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയൊരു പ്രോഗ്രാമിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു പാർക്കിന് ഉദ്ഘാടനം ഞാൻ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു വലിയ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അവാർഡ് കിട്ടിയതിന് ശേഷം എൻ്റെ ആദ്യത്തെ ഒരു വലിയ പ്രോഗ്രാം ഇതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനി അതായത് ഇനിയും ഇങ്ങോട്ടേക്ക് വരണം, അതായത് ഈ സ്ഥലമൊക്കെ വന്ന് കണ്ടപ്പോൾ എങ്ങനെ തോന്നി? ഭയങ്കര സന്തോഷം തോന്നി. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അത് എന്നെ പോലുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ഞാനും സന്തോഷിക്കുന്നു. ഇവിടെ ഒരു കൃഷ്ണ ഭഗവാന്റെ ഒരു ആംബിയൻസ് ഒക്കെ ആണല്ലോ ഇവിടെ മുഴുവനും. നമ്മൾ വന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ശ്രീകൃഷ്ണന്റെ വലിയൊരു പ്രതിമ, അതുപോലെ ഗോശാല, അത്തരത്തിൽ ആ ഒരു രീതി, അതായത് അത് എത്രത്തോളം ഇനി വരും തലമുറയ്ക്ക് അതെങ്ങനെ നോക്കി കാണാൻ സാധിക്കും? വരും തലമുറയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ന്യൂജൻ ആൾക്കാർക്കൊക്കെ വരുന്ന ഇപ്പം എന്നെ പോലുള്ള കുട്ടികൾക്കൊക്കെ ഓൾഡ് തിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പഴയ കാലത്ത് കൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോൾ അതിൻ്റെ കുറേ തെളിവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ കുറച്ച് ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അതുപോലെ ഇവിടെ ഇവിടെ 80-ൽ പശുക്കളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇനിയും ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കും. എന്തായാലും ഇത്തവണത്തെ ഓണത്തിന് മധുരം കുറച്ച് കൂടുതലാണല്ലേ, അവാർഡൊക്കെ കൂടെ ആയി. അപ്പോൾ എങ്ങനെയുണ്ട് ഓണാഘോഷം? ഓണാഘോഷം ഒന്നും തുടങ്ങിയിട്ടില്ല, എല്ലാം ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂവൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് വാങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടികളോടൊപ്പം ഇവിടെ ശ്രീപദും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേവനന്ദ, മാളികപ്പുറം സിനിമയിലൂടെ തന്നെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയിട്ടുള്ള ദേവനന്ദ അവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ ഒരു പാർക്കിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുട്ടികളൊക്കെ തന്നെ ആ പാർക്കിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. അവരൊക്കെ ഓരോ കാര്യങ്ങളിലായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. നിരവധി കുട്ടികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വേഷം ധരിച്ച നിരവധി കുട്ടികൾ, അതോടൊപ്പം തന്നെ ഗോപികമാരുടെ വേഷം, അത്തരത്തിൽ കുട്ടികളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ് ഈ ഒരു അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിലെ വൃന്ദാവനം തുറന്നു നൽകിയതുമായി ബന്ധപ്പെട്ടതായാലും. അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികളും ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുവാനായി നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അവരൊക്കെ തന്നെ അതെ, ഇക്കാലത്തെ ഓണത്തിന്റെ ഒരു സമ്മാനം തന്നെയാണ് ഇവിടുത്തെ ഈ പാർക്ക് എന്ന് പറയുന്നത്. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് ദേശീയ ശ്രീകൃഷ്ണ കേന്ദ്രം തുറന്നിരിക്കുന്നത്. കുട്ടികൾക്ക് വളരെയധികം ആനന്ദകരമായ ഒരു ശ്രീകൃഷ്ണ കേന്ദ്രമാണ് ഇവിടെ കൊടകരയിൽ തുറന്നിരിക്കുന്ന. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്. ഇനി